കഴിഞ്ഞ എൻ്റെ 4 വർഷം നൂതനമായ സാങ്കേതിക വിദ്യയുടെ ആശയം തേടിയുള്ള സഞ്ചാരം, പേടി നിറഞ്ഞ വഴികളിലൂടെ. അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരുന്നിരിക്കാം. ഫോർ ദിസ് ഡേ, ഓൺലി ഫോർ ദിസ് ഡേ. ഐ വാസ് ഇൻ ജയിൽ, war zones, difficult situations. Okay. Sir, we need you. Sir. നമുക്ക് ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത കുറച്ച് ആൾക്കാർ, അവരുടെ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ, ദീർഘവീക്ഷണമുള്ള വിഷണറീസ്, ബ്ലൈൻഡ് ബിലീവേഴ്സ്, ഇവരോടൊപ്പമുള്ള കുറെ അനുഭവങ്ങളാണ് പേടി അഥവാ ഭയം എന്നതിനെ ഒഴിവാക്കാനുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാം എന്ന തീരുമാനത്തിലെത്തിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരു സുരക്ഷാ കവചം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഇന്നവേറ്റീവായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, എന്നാൽ അവർക്ക് കൂടി പ്രയോജനമാകുന്ന തരത്തിൽ സമൂഹത്തിലെ എല്ലാവർക്കും, അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും നിർഭയം സഞ്ചരിക്കാനായി ഒരു സുരക്ഷാ കവചം, ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് സിസ്റ്റം ദാറ്റ് ഈസ് സേഫ്. അതുപോലെ നമ്മളൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കണ്ടുവരാണ്. പക്ഷേ കുറച്ച് IT പ്രോഗ്രാമേഴ്സ് അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് മെനഞ്ഞെടുത്തൊരു ആപ്ലിക്കേഷൻ അല്ല സേഫ്. സേഫ് ഒരു കൂട്ടായ്മയാണ്. പഴയ മോഴ്സ് കോഡ് മുതൽ റോക്കറ്റ് സയൻസ് വരെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒരുമിപ്പിച്ച്, അത് ടെലികമ്മ്യൂണിക്കേഷൻ ആവട്ടെ, മൊബൈൽ ടെക്നോളജി ആവട്ടെ, റേഡിയോ ഫ്രീക്വൻസി, സാറ്റലൈറ്റ്, എന്തുമാവട്ടെ, എല്ലാത്തിനെയും കൂടി ഒരുമിപ്പിച്ച് പരിമിതികളില്ലാത്ത ഒരു സാങ്കേതിക വിദ്യയായി ക്രിയേറ്റ് ചെയ്തെടുത്ത ഒന്നാണ് സേഫ്. നമ്മളൊക്കെ ഇതുവരെ അലങ്കാര വസ്തുക്കളായി മാത്രം കണ്ടിരുന്നു മോതിരം, കീ ചെയിൻ, ലോക്കറ്റ്, ഇവയൊക്കെ സേഫ് എന്ന ആപ്ലിക്കേഷൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസായി മാറുകയാണ്. സേഫിൽ അംഗമായിട്ടുള്ള ഒരു കുഞ്ഞിനെ പോലും ഹേർട്ട് ചെയ്യാനോ ഹാം ചെയ്യാനോ ആരും മുതിരില്ല. അവർ രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കും. ബിക്കോസ് ദ കൾപ്രിറ്റ് വിൽ നോ ദ കോൺസിക്വൻസസ്. ദാറ്റ് ഈസ് ദ ഓൺലി ഇൻറ്റൻഷൻ. സേഫ് എന്ന ഈ കൂട്ടായ്മയിൽ ലോയേഴ്സ്, ഡോക്ടേഴ്സ്, IT പ്രൊഫഷണൽസ്, മീഡിയ പേഴ്സൺ, സയൻറ്റിസ്റ്റ് എല്ലാവരും ഞങ്ങളുടെ കൂടെ. ഇനി നിങ്ങളും. സോ സേഫ് ഈസ് ഡൗൺലോഡബിൾ ഫ്രം now. Okay. Hello, Arundhati madam. Hey, congrats. Congrats to you too. Thank you. ഞങ്ങളുടെ ഇവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. പിസയും തീർന്നു. കഴിഞ്ഞോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. എല്ലാവരും ഇനി സേഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് 14,200 rupees മാത്രം. So it's time. We request all our well-wishers to contribute very, very generously. Okay. Because we really need it. Yeah. ഈ മാസം നല്ല ചെലവുണ്ട്.
ശ്രേയ ശ്രീധരൻ IPSന് സർജറിക്ക് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടോ? ഏയ് അവർക്ക് ഷാലോ ബേൺസ് ഉള്ളൂ, പെട്ടെന്ന് തന്നെ ക്യൂർ ആവും. For good. ദാ. ഓ താങ്ക് യു, ഹൈലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാനല്ല താങ്ക്സ് പറയണ്ടത്. പേഷ്യൻസിലൂടെ ഹോസ്പിറ്റൽ റൂട്ടീൻസ് വാസ് ഗെറ്റിംഗ് ടു മീ. നല്ലൊരു സൺഡേ സമ്മാനിച്ചതിന് താങ്ക് യു. ഒന്ന് ചിരിക്കോ? ആ. നൈസ്, സൂപ്പർ. ഓക്കെ ശരി എന്നാ ബൈ. ഇത് നോക്ക്, കൊള്ളാല്ലേ? നോക്കട്ടെ, നൈസ് ആയിട്ടല്ലേ? ഡോക്ടറിന്റെ സ്മൈൽ കൊള്ളാലോ. ഞാൻ പറയണോ? ഈ കുട്ടിക്ക് കൊടുത്തോ? അയ്യോ. ഹലോ. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ വരാം. ഇത് പിടിച്ച് ഞാൻ പോവാണേ. ബൈ ബൈ. ഓഫീസിൽ നിന്നുള്ള കോളാന്ന് തോന്നുന്നു. അരുൺ തന്നതാ. ഇപ്പോൾ കിട്ടിയ വാർത്ത, നടക്കാവ് MLA വാമദേവൻ അന്തരിച്ചു. മരണകാരണം ഹൃദയാഘാതമാണെന്ന് മിഷൻ ഹോസ്പിറ്റൽ ഡോക്ടർ സ്ഥിരീകരിച്ചു. MLA വാമദേവന്റെ ഭൗതിക ശരീരം നടക്കാവിൽ തന്റെ വസതിയായ ചെറുമന്നൂരിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. 10 മണിയോടുകൂടി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന പാർട്ടി വക്താവ് മാധ്യമങ്ങളോട് MLA വാമദേവന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനമായി. കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാ നഷ്ടമാണ് MLA വാമദേവന്റെ നിര്യാണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നത്. 1984, 96 ഈ വരുന്ന മന്ത്രിസഭാ പുനർനിർമ്മാണത്തിൽ ആരോഗ്യമന്ത്രിയാവാനിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. MLA വാമദേവന്റെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തിന്റെ മകൻ മഹാദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കഴിഞ്ഞ കുറെ നാളുകളായി വളരെ മാനസിക സംഘർഷത്തിലായിരുന്നു വാമദേവൻ. ദേവനാഥൻ ട്രസ്റ്റിലെ പീഡന പരമ്പര, ട്രസ്റ്റ് മാനേജർ ഇടിക്കുളയുടെ കൊലപാതകം, ശ്രേയ IPSന് നേരെയുള്ള ആസിഡ് ആക്രമണം മുതലായ ചുരുളഴിയാത്ത കേസുകളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദാരുണാന്ത്യം. ക്യാമറാമാൻ സജീവനൊപ്പം ഫിയോണ ഫിലിപ്പ്. പാർട്ടിക്കിപ്പോൾ ഒരു തൊഴിൽക്കാരൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അനേകം അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നമുക്ക് തന്നെ നല്ലൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ ആത്മാവ് മന്ത്രിസഭാ പുനർനിർമ്മാണത്തിൽ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. MLA വാമദേവന്റെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തിന്റെ മകൻ വാമദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് മുഖ്യമന്ത്രിയോടൊപ്പം കേരളവും ഒരു വലിയ അന്തിമ വാമദേവന്റെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തിന്റെ മകൻ മഹാദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. Round them up, Deepan. Mahadevan takes on the media, blaming them for maligning his public image with false accusations. Let's go.